ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ടുവയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും രോഗീ സൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. ഡോക്ടർമാരുടെ പേരും ഒ.പി. ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പല ആശുപത്രികളിലും ഒ.പി. സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 8 പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് 29.95% ഓണം അഡ്വാൻസ് ബോണസ് നൽകാൻ ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സംസ്ഥാനത്തെ LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച തർക്കവും ഒത്തുതീർപ്പായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസായി ലഭിക്കും. LPG വിതരണ ഏജൻസികളിലെ ജീവനക്കാർക്ക് 17,850 രൂപ ബോണസായി നൽകാനും തീരുമാനമായി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ ഇതിന്റെ ഭാഗമായി കൈമാറി. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ പദ്ധതി വഴി ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി 2ാം ഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50 കേസുകളിലായി 59 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9,135 ഉയർന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നാളെ ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.